ഹേയ്, നിങ്ങളറിഞ്ഞോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഫ്രൂട്ട്സിലെ എല്ലി വിഷം? അതെ, സത്യമാണ് കേട്ടോ. അതെ, ന്യൂസിൽ വന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ ന്യൂസ് കണ്ടത്. എനിക്ക് തോന്നുന്നു ന്യൂസ് 18-നാണെന്ന് തോന്നുന്നു ആ ന്യൂസ് വന്നത്. ശരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ പാനിക്കാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വാർത്ത ഇതായിരുന്നു: ഡൽഹിയിലെ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ ഫ്രൂട്ട്സ് കേടാകാതിരിക്കാൻ റാറ്റോൾ എന്ന എല്ലി വിഷം പുരട്ടി വെച്ചിരിക്കുന്നു. അതെ, അതിൻ്റെ വീഡിയോ പലരും എടുത്തു. അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതോടൊപ്പം തന്നെ ആ ഫ്രൂട്ട് ഷോപ്പ് ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതെ, 2 സഹോദരങ്ങളായിരുന്നു അത് നടത്തിയിരുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ഭയാനകരമായ അവസ്ഥയാണല്ലേ. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു, നമ്മൾ കഴിക്കുന്നു. എപ്പോഴും നമ്മളെല്ലാവരും പറയുക എന്താ, ആരോഗ്യകരമായ ഭക്ഷണം എന്താ, ഫ്രൂട്ട്സാണ്. നമുക്ക് വേറെ എല്ലാത്തിലും മായം കലരും, ഫ്രൂട്ട്സിൽ അങ്ങനെ കളരില്ല. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുക്കൂ കുട്ടികൾക്കെന്നാണ് പറയണേ അല്ലേ. അതുകൊണ്ട് തന്നെ നിറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന വീടുകളുണ്ട്. എൻ്റെ വീട്ടിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫ്രൂട്ട്സാണ് മേടിക്കാറുള്ളത്. കാര്യം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ഉച്ചയ്ക്കുള്ള ലഞ്ച് ആയിരുന്നാലും രാത്രി കഴിച്ചു കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വിഷമാണ് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുക. എല്ലാ ഫ്രൂട്ട്സ് കടകളിലും കിട്ടുന്ന ഫ്രൂട്ട്സ് അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു റൂമറല്ല, ഇത് ശരിക്കും ന്യൂസായി വന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അല്ലേ? പഴം ഹെൽത്തിയാണോ, കുട്ടികൾക്ക് കൊടുക്കുന്നത് സേഫാണോ, ഈ പറയുന്നത് പോലെ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ അതിന് പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ശരിക്കും എന്താ പറയുക, ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വന്ന എന്താണെന്നറിയാമോ? നമ്മൾ കൺട്രോൾ ചെയ്യാത്ത ഭക്ഷണത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഒരു വീട്ടിലിപ്പോൾ 2 കുട്ടികളുണ്ടെന്ന് വെക്കുക. അമ്മ പ്രതിദിനം ദിവസവും ഫ്രൂട്ട് സാലഡ് കൊടുക്കും. ഇതാണ് ഹെൽത്തി എന്ന് വിശ്വസിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. പക്ഷെ അവർക്കറിയില്ല ഫ്രൂട്ട് മാർക്കറ്റിൽ എത്ര കെമിക്കൽ സ്പ്രേ ഉണ്ടായിരുന്നോ, എത്ര പ്രിസർവേറ്റീവ്സ് ഇതിന് ഉപയോഗിച്ചെന്നോ, എത്ര ദിവസം സ്റ്റോറേജിൽ കിടന്നോന്നൊന്നും. ഇപ്പോൾ ഇതിൽ പലതിലും പോയിസൺ ചേർന്നാണ് വരുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു ഉള്ളോളം സ്ഥലമേ ഉള്ളൂവെങ്കിൽ പോലും, ഇനി ചട്ടിയിലാണെങ്കിൽ പോലും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെച്ച് വളർത്തുക. ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഞാനൊരു നഴ്സറി ഉടമയാണല്ലോ, എന്നെ പ്രൊമോട്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വിറ്റ് പോകട്ടെ എന്ന് പറഞ്ഞ് പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ നഴ്സറിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്നും മേടിക്കാം. പക്ഷേ നിങ്ങളുടെ വീട് മുറ്റത്ത് ഒരു 3-4 പഴങ്ങളുടെ ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് കാര്യം. അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം ചെറുതായിരിക്കില്ല. നമുക്ക് പൂർണ്ണമായിട്ട് മാർക്കറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, അത് നടക്കാത്ത കാര്യമാണല്ലേ. പക്ഷേ എന്നാലും ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്താലോ? ഒരു ചെറിയ ടെറസ് അല്ലെങ്കിൽ ഒരു ചെറിയ ബാൽക്കണി, ഒരു 5 ഗ്രോ ബാഗ്സ് ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ നമുക്കും വളർത്താം. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളരുന്ന ഫ്രൂട്ട്സ് തന്നെ ഇങ്ങനെ കടിച്ച് പറിച്ച് കഴിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയാലോ? അതെ, നാരങ്ങ, സ്ട്രോബെറി, ടൊമാറ്റോ, ഡോഫ് മാവിൻ തൈ, സീഡ്ലെസ് ചാമ്പ, ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നിങ്ങൾക്ക് വീട്ടുമുറ്റത്തും ടെറസിലും ഒക്കെ ആയിട്ട് തന്നെ വളർത്താൻ പറ്റില്ലേ? അങ്ങനെ പറ്റും എന്നുള്ള പോസിബിലിറ്റി കുറച്ചെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഏതെങ്കിലുമൊക്കെ നഴ്സറിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മേടിച്ച് വെക്കുക കേട്ടോ. ശരിക്കും ഒരു കുട്ടി ട്രീയിൽ നിന്നും ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഈ നെല്ലിക്കയൊക്കെ തന്നെ ഉപ്പിലിട്ട് കഴിക്കാം. എന്തൊക്കെ ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റുക? കെമിക്കലില്ല, പോയിസൺ ഇല്ല, ഫ്രഷ്നെസ്സിനെ കുറിച്ചൊരു ഡൗട്ടേ ഇല്ല, ട്രസ്റ്റ് ഇഷ്യൂ വരുന്നില്ല. അതെ, ഇത് നമ്മുടെ മൈൻഡ് തന്നെ ഒരു പീസ്ഫുള്ളാക്കും. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒത്തിരി ഫ്രൂട്ട്സുകൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ വീട്ടുമുറ്റത്തും കുറച്ചെങ്കിലും ഫ്രൂട്ട്സ് വളർത്താൻ ശ്രമിക്കൂ. ഇനിയിപ്പോൾ കാലങ്ങൾ കൂടി പോകും തോറും ഈ മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം കുറഞ്ഞു വരും, അതിൽ വിഷം അടിക്കുന്ന കുറഞ്ഞു വരും. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. നമ്മളെന്താ പറയുക, മിനിമം ഫുഡെങ്കിലും നമ്മൾ ഇൻഡിപെൻഡൻ്റായി ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഒരു മിനിമം ഒരു 3-4 ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എങ്കിലും നമ്മൾ വളർത്താനൊന്ന് ശ്രമിക്കൂ. അപ്പോൾ ഇന്ന് തന്നെ തീരുമാനം എടുക്കൂ, നിങ്ങളുടെ വീട്ടിൽ എത്ര ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, ഇല്ലാത്തവരാണെങ്കിൽ എത്ര എണ്ണം വളർത്താൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ഒരു തൈ അടുത്തുള്ള നഴ്സറിയിലേക്ക് പോയി വെക്കാൻ ശ്രമിക്കൂ. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനായിട്ടാണ് കേട്ടോ, നമ്മുടെ ഒരു സമാധാനത്തിനായിട്ടാണ്, നമ്മുടെ ഫ്യൂച്ചറിനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേച്ചറിലേക്ക് തിരികെ പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ ആരെയും എന്താ പറയുക, കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യണേ.
ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സ്റ്റോക്കൊക്കെ എടുത്ത് ഒരുപാട് പേര് വെക്കുന്നുണ്ടാവും. അത് ഡാമേജായി പോകുമെന്നുള്ള വിഷമം, അത് ഉണ്ടാകുന്ന നഷ്ടം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലരെയും കൊണ്ട് ഇങ്ങനെയുള്ള വിഷമൊക്കെ പുരട്ടി അത് പ്രിസർവ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് അവരൊക്കെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് വളർത്തുക. കടകളിൽ നിന്ന് മേടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പൂർണ്ണമായി ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല കേട്ടോ, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു എങ്കിൽ തന്നെ അവർക്കൊരു കുറ്റബോധമില്ല, അല്ലെങ്കിൽ അവരത് തെറ്റാണ് ചെയ്തതെന്ന് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവർ പറയുന്നത് അപ്പോഴും കേടായി പോകുന്നത് കൊണ്ടല്ലേ, കേടാവാതിരിക്കാനല്ലേ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഹാനികരമാണ്, മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൻ്റെ ടെറസിലൊക്കെ ചെറിയൊരു കമ്പ് ചുറ്റി കൊടുത്താൽ അല്ലെങ്കിൽ നന്നായിട്ട് വളർന്ന് കിട്ടുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ. അതുപോലെ സ്ട്രോബെറി ആയിരുന്നാലും നമുക്ക് വീട്ടിൽ വളർത്താവുന്നതാണ്. തക്കാളി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കും എങ്കിലും സ്വയം പര്യാപ്തമായി നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഈ ഒരു കാര്യം? അതെ, നമ്മുടെ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൽ വിഷവും കൂടി വളരുകയാണ്. അപ്പോൾ അത്തരം അവസ്ഥകളെല്ലാം മനസ്സിലാക്കി നമ്മളും കുറേശ്ശെ നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും കിണറിൻ്റെ വശത്തും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കും. ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് എങ്കിലും വളർത്താനുള്ള തീരുമാനത്തിലേക്ക് പോകും. ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എങ്കിലും മേടിക്കും, ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എങ്കിലും നിങ്ങൾ വീട്ടിൽ നടും എന്നുള്ള ഉറപ്പുമാലാണ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഉപയോഗപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേര് അറിയേണ്ട ഒരു കണ്ടൻറ്റാണ്. ഒത്തിരി പേര് ഒരു ചെടിയെങ്കിലും വെച്ച് കിട്ടിയാൽ അത്രയും നല്ലത് എന്ന്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത്രയും നല്ലതെന്ന് വിചാരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോഴുള്ള വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കോളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഏത് ഫ്രൂട്ട് പ്ലാന്റാണ് ആദ്യം മേടിക്കാൻ പോണേന്നുള്ളതും ഇവിടെ നേരെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പറഞ്ഞോളൂ. ഏത് ഫ്രൂട്ട് പ്ലാന്റാണ് നിങ്ങൾ ആദ്യം വെക്കാൻ പോകുന്നതെന്നുള്ളതും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പറഞ്ഞോളൂ.